നേരം വെളുത്ത എനിക്കിത് വലിയൊരു പ്രശ്നോ. ഏത് സാരി ഉടുക്കണമെന്നുള്ളത്. സി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്തേനെ. സീതമ്മ, ഈ സാരി ഭംഗിയുണ്ടായിരിക്കും, അത് ഉടുത്തോ എന്നൊക്കെ. വീഡിയോ കോളും ചെയ്യാൻ പറ്റില്ല അല്ലേ? നമുക്ക് എന്തുകൊണ്ട് സീമോൾക്ക് ഒരു ഫോൺ കൊടുത്തൂടാ? ഫോണോ? ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നമുക്ക് അവളോട് സംസാരിക്കാൻ പെർമിഷൻ ഉള്ളത്. നിങ്ങൾ ഫോൺ കൊടുക്കോ അവൾക്ക്? അതെന്താ കോളേജ് കുട്ടികളുടെ PG ആണെന്ന് കരുതിയേ? അവളിപ്പോ എഴുന്നേറ്റ് കാണുമല്ലോ സീത. അവൾ എഴുന്നേറ്റപ്പോ നമ്മളെ മിസ് ചെയ്ത് കാണുമോ? പിന്നെ അവൾ ഉറപ്പായിട്ട് മിസ് ചെയ്യും. രാവിലെ എഴുന്നേറ്റ ഉടനെ സാധാരണ അവൾ എന്താ ചെയ്യാറ്? സീതമ്മ ഗുഡ് മോർണിംഗ്, അച്ഛാ ഗുഡ് മോർണിംഗ് എന്ന് പറയാറില്ലേ? അത് പറയാതെ അവളുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യില്ല. പാവമുണ്ട് എന്റെ മകള്. നമ്മളില്ലാതെ എങ്ങനെ മാനേജ് ചെയ്യുമോ എന്തോ. അവൾ വളരെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യും. എന്റെ മോള് മിടിക്കുക. എല്ലാ കാര്യങ്ങളും വേഗം പഠിക്കും അവള്. നമ്മളാ ഇനി അവളില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കേണ്ടത്. സത്യം. എല്ലാ ദിവസവും അവള് മറക്കാതെ ഇഞ്ചക്ഷൻ ഒന്ന് എടുത്താൽ മതി. ആ വാർഡനോട് അതൊന്ന് കോൾ ചെയ്ത് പറയണം. പ്ലീസ്. റാം, സിഹി എന്തായാലും ഇല്ല. ഈ സാരിയില് ഏതാ നല്ലതെന്നൊന്ന് നോക്കി പറയാവോ പ്ലീസ്? നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട അത് എടുക്ക സീത. എന്തിനാ ചോദിക്കുന്നേ? റാം പ്ലീസ് ഒന്ന് പറഞ്ഞൂടെ? ബ്ലൂ. ഓഹോ, ഇതിന്റെ ബ്ലൗസ് എനിക്കിപ്പോ ഭയങ്കര ലൂസാണ്. ഇതിപ്പോ വേണ്ട. സോ ഞാനിപ്പോ ഇത് കൊടുത്തോട്ടെ. ഞാൻ സെലക്ട് ചെയ്തിട്ടത് വേണ്ടെന്നാണെങ്കിൽ പിന്നെ എന്തിനാ നീ എന്നോട് ചോദിച്ചത്? അതങ്ങനെയാ. എങ്ങനെ? അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചോളാം, ശരിയാക്കി തരാം. ഓ ഓ, അല്ല നീ എന്ത് ചെയ്യുമെന്ന് ഈ പറയുന്നേ? എന്ത് ചെയ്യുമെന്നോ? Are you challenging me? അയ്യോ, അത്രയ്ക്കൊക്കെ ധൈര്യം ഇല്ല മോനെ എനിക്ക്. കൊള്ളാലോ നീ. അവസരം കിട്ടിയാ എന്നെ ചൂണ്ടല് കൊടുത്തിടാനുള്ള ധൈര്യമുണ്ട് നിനക്ക്. അതൊക്കെ വിട്. സിഹി ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ സെലക്ട് ചെയ്യായിരുന്നു. ഇത് തന്നെ ഞാൻ എടുത്തോളാം. ഓക്കെ, ഞാൻ ഈ സാരി ഉടുത്തോളാം. നീ ഉടുക്ക്. സാരി ഉടുക്കണം എനിക്കിപ്പോ. ഹെൽപ്പ് വേണം അല്ലേ? എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാ സീത, അന്നത്തെ പോലെ കണ്ണൊന്നും കെട്ടിക്കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. റാം. സീതമ്മ. റാം. സീതമ്മ. റാം. സീതമ്മ. റാം. എനിക്ക് ഓർമ്മയുണ്ട്. എന്താ കറക്റ്റ് അല്ലേ? റാം. എന്തു പറ്റി? ഒരു മിനിറ്റ്. സിഹിമോളെ, നീ ഇതൊന്നും കാണാൻ പാടില്ല. ബി എ ഗുഡ് ഗേൾ, ഓക്കെ? ഒരു മിനിറ്റ് അവിടെ ഇരിക്കേ. ഞാൻ വേഗം കൊടുത്തിട്ട് പെട്ടെന്താ. റാം. കറക്റ്റ്. ഈ റാമിന്ന് സീതയെ സാരി ഉടുപ്പിക്കും. ഓ, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, സാരി ഉടുപ്പിക്കാൻ ഞാൻ വിടില്ല. വേഗം ഒന്ന് പിടിച്ചേ, വേഗം. റെഡിയായില്ലേ? സീത ചേച്ചിയും രാമേട്ടനും നമ്മളെ കണ്ട വളരെ സർപ്രൈസ് ആവുമല്ലേ? സർപ്രൈസ് ആവുമല്ലോ. സിഹി ഇല്ലാത്തോണ്ട് ഭയങ്കര വിഷമത്തിലായിരിക്കും. സിഹി ഇല്ലാത്തോണ്ട് നമുക്കും വിഷമമുണ്ടല്ലോ. അവള് ശരിക്കും അടിപൊളിയല്ലേ? പടപടാന്ന് സംസാരിച്ചോണ്ട് വീട് മുഴുവൻ എപ്പോഴും ഓടി കളിച്ചോണ്ടേയിരിക്കും. ഉറപ്പായിട്ടും അവളില്ലാത്തോണ്ട് ആ വീട് ശൂന്യമായിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും കൂടെ അവരെ ഒന്ന് ചീറപ്പ് ചെയ്യാം. റാമിന് സിഹിയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവൻ എങ്ങനെ നിൽക്കാൻ പറ്റും? പോകെ പോകെ പൊരുത്തപ്പെട്ടോളും. ഈ PG ബോർഡിംഗ് സ്കൂളും ഹോസ്റ്റലും ഒക്കെ ഒരുതരം ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് അശോക്. കുട്ടികളെ ശരിക്കും വളരെ സ്ട്രോങ് ആക്കും. ഹോസ്റ്റലിലായിരിക്കുമ്പോ രക്ഷാബന്ധൻ എങ്ങനെയാ നീ സെലിബ്രേറ്റ് ചെയ്തേ? ഹേയ്, ഇവൾ എല്ലാ വർഷവും വീട്ടിൽ വരുമായിരുന്നു. എന്തെങ്കിലും എമർജൻസി ഉണ്ടായ രാഗി പോസ്റ്റ് ചെയ്യുമായിരുന്നു. ഏതൊക്കെ ആഘോഷം സെലിബ്രേറ്റ് ചെയ്താലും ഇല്ലെങ്കിലും രക്ഷാബന്ധൻ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുമായിരുന്നു. അത് ഇവളുടെ ഫേവറേറ്റ് ആഘോഷം. നോട്ട് ബാഡ്, നോട്ട് ബാഡ്. എന്താന്ന് വെച്ചാ എനിക്ക് എന്റെ അച്ഛനും അമ്മയും കുടുംബവും എല്ലാം, എനിക്ക് 2 ചേട്ടന്മാര് മാത്രം. ഇപ്പൊ നിങ്ങളും ഉണ്ടല്ലോ, ഞാൻ വളരെ ലക്കിയ. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് ഒരു ഇമോഷനും ഇല്ലാന്ന് തോന്നിപ്പോവും. എന്താന്ന് വെച്ചാൽ എനിക്ക് സിബ്ലിങ്സ് ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷെ ഈ ചേട്ടന്റെ അനിയത്തിലെ സ്നേഹം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ. എത്ര ഭംഗിയുണ്ടോ അത്രയ്ക്ക് സഹനവും കാണും. ചോദിച്ചു നോക്ക് സുബിയോട്. അതെന്താ? ചേട്ടനോട് എത്ര സ്നേഹമുണ്ടോ അത്ര തന്നെ ദേഷ്യവും കാണും. 2 വർഷം അവർക്ക് രാഖി കെട്ടാൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് ആശ്രമത്തിൽ നിന്ന് വന്ന ഉടനെ ഇവിടെ 2 രാഖി അവൾ ഒരുമിച്ച് കെട്ടി. ശരിയാണോ? ഒന്ന് പോ ചേച്ചി. ബാബാ, നമുക്ക് ലേറ്റ് ആവുന്നു. Shalu, what for the breakfast? Oh, honey flakes. ഈ വീട്ടിൽ നീ ഒരാളല്ലേ?
മധുരം ഇഷ്ടപ്പെടുന്ന പുണ്യാത്മാവ്. സോ എൻജോയ്. സിഹി. SIHI S capital. SIHI. വാട്ട്സ് റോങ് വിത്ത് യു? നീ എന്തിന്റെ സ്പെല്ലിംഗ് പഠിപ്പിക്കാണോ? നോ. കാര്യം എന്താണെന്നറിയോ? ഐ മെറ്റ് എ ക്യൂട്ട് ലിറ്റിൽ പേഷ്യൻ. ആ സ്കൂളായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റിയാൽ ഐ ആം വെരി ഹാപ്പി. അതിലിപ്പോ ഇത്ര സന്തോഷിക്കാൻ എന്താ ഉള്ളേ? യു ആർ എ പീഡിയാട്രീഷ്യൻ. ദിവസവും 100 കുട്ടികളെ മീറ്റ് ചെയ്യുന്ന ഒരാളാ, റൈറ്റ്? യാ, ബട്ട് ദിസ് കിഡ് ഈസ് ഒരു തരം സ്പെഷ്യൽ ആവുള്ളൂ. എന്ത് രസമായിട്ട് സംസാരിക്കുന്നതെന്നോ, എണ്ണയിലിട്ട് കടുക് പൊട്ടിക്കും പോലെ. ഷീ ഈസ് വെരി ക്യൂട്ട്. ഇനി മുതൽ എന്നും അവളെ മീറ്റ് ചെയ്യണം ശാലു. പാവം, പുവർ ഗേൾ. ഡയബറ്റീസ് അവൾക്ക്. ഓ ആണോ? യാ, എന്നും അവൾക്ക് ഇൻസുലിൻ കൊടുക്കണം. സോ എന്നും അവളെ മീറ്റ് ചെയ്യും. ഓക്കെ, ബട്ട് ഒരുപാട് അടുക്കാൻ നിൽക്കണ്ട കേട്ടോ. അവള് മറ്റൊരാളുടെ മോളാ. എനിക്കറിയാം, വളരെ ക്യൂട്ടാന്ന് പറഞ്ഞതാ. അല്ല, ഇതുവരെ നീ ഒരാളെ കുറിച്ചും ഇത്രയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. സി, ഐ നോ ദാറ്റ് യു ആർ ലൈക്ക് കിഡ്സ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരുപാട് അടുപ്പിക്കാൻ നിൽക്കരുതെന്ന്. നമുക്ക് മക്കളില്ലാന്ന് വെച്ച് കാണുന്ന കുട്ടികളൊക്കെ നമ്മുടെ കുട്ടികളെ പോലെ കാണുന്നത് തെറ്റാണ്. അവർക്ക് അവരുടെ പാരന്റ്സ് ഉണ്ടല്ലോ. നീ ഒരു ഡോക്ടറുടെ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. ഓക്കെ? ഓക്കെ മാഡം, ആസ് യു സേ. എവിടെ നാത്തൂനെ കാണുന്നില്ലല്ലോ? അവൾ ഇപ്പൊ എന്തിനാ ഡോക്ടർ അനന്തലക്ഷ്മിയുടെ പുറകെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി ഇറ്റ്സ് എ ഹിന്റ്. ഫോർ വാട്ട്? അത് തന്നെ ശാലു. വേണ്ട ശ്യാം, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. കണ്ടുകൊണ്ടിരിക്കാം. അടുത്തുള്ളൊരു സ്കൂളുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ എന്തായിരുന്നു പേര്? സിഹി. ആ കുട്ടിയെയും പോയി കാണാം. ഇതിൽ കൂടുതൽ എന്താ വേണ്ടെന്ന് പറ. ഹാപ്പി? യാ, HAPPY. Let's be friends. എന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കണ്ടോ? അവൾക്ക് പിങ്ക് വേണോ? അത്ര പിങ്ക്. ഇത് കണ്ടോ, എന്ത് ഭംഗിയതിന്. പറയുന്ന കാര്യം കുറച്ച് കേൾക്കാം കേട്ടോ. താങ്ക് യു റാം, താങ്ക് യു സോ മച്ച്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? നീ ബോസ് ആണ്, ഞാനൊരു നോർമൽ എംപ്ലോയി. നമ്മൾ തമ്മിൽ ഒരു അകലം ഉണ്ടാവണമെന്ന്. ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. അതെ അതെ അതെ, ഞാൻ അനുഭവിച്ച വിഷമൊക്കെ എനിക്ക് അറിയൂ. വിഷമമായിരുന്നോ? പിന്നെന്താ, എനിക്ക് വിഷമൊന്നും കാണില്ലേ? ഐ എം സോറി റാം. അന്ന് വഴക്ക് പറഞ്ഞവള് ഇന്ന് ഭാര്യ ആയതുകൊണ്ട് പ്ലീസ് റിവെഞ്ച് ഒന്നും എന്നോട് കാണിക്കരുത് കേട്ടോ. അങ്ങനെയൊന്നുമില്ല. നോക്കിയേ, കൈ പിടിച്ച ഭാര്യയെ അനുസരിച്ചുകൊണ്ട് ശരിക്കും ജീവിക്കുന്നവനാ കറക്റ്റ് ബോസ്. അങ്ങനെയല്ലേ? ഓക്കെ ബോസ്. ആക്ച്വലി ഞാൻ ബോസ് തന്നെയാ, കണ്ടില്ലേ? ബോസ് ആണെങ്കിലും എന്റെ പ്രിയതമേ സാരി ഉടുക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും. എത്ര നല്ല ബോസ് അല്ലേ? പറഞ്ഞത് സത്യമാ. നിങ്ങൾ വളരെ നല്ല ആളാ, വളരെ നല്ല ബോസാ, വളരെ നല്ല ഭർത്താവാ, വളരെ നല്ല അച്ഛനാ, അതുപോലെ നല്ലൊരു ചേട്ടനാ. ഇന്ന് രക്ഷാബന്ധൻ ഡേ അല്ലേ? ഓ അതെല്ലേ. സാധാരണ ഈ സമയത്ത് അഞ്ജലിയുടെ ഫോൺ വരേണ്ടതാ. എല്ലാ വർഷവും ഞാനും അശോകും അഞ്ജലിയും കൂടെ ചേർന്നാ സെലിബ്രേറ്റ് ചെയ്യാറ്. ഇൻഫാക്ട് അവള് ഹോസ്പിറ്റലാണെങ്കിലും അല്ല എവിടെയാണെങ്കിലും അവള് രാഖി കൊറിയർ ചെയ്യുമായിരുന്നു. ഓരോന്ന് പറഞ്ഞ് ഈ കാര്യം തന്നെ മറന്നു. ചേട്ടനെ ഒന്ന് വിളിച്ചിട്ട് വരാവേ. യാ ഷുവർ. എടി, സീത കോൾ ചെയ്യുന്നു. ഹലോ. ഹലോ ഏട്ടാ. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല മോളെ. പിന്നെ വേറൊരു കാര്യം മോളെ, ഞങ്ങള് നിന്റെ വീട്ടിൽ പോയിരുന്നു. നിന്റെ വീടിന്റെ ആ മെയിൻ ഡോറ് ആകെ പോയിരിക്കാണ് മോളെ. കാർപ്പൻറ്ററെ വിളിച്ചോണ്ട് വന്ന് എല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട് മോളെ. അവന് 1200 രൂപയാ കൊടുത്തത്. പിന്നെ ഇവിടെ വന്നു പോയതിന്റെ പേരിൽ ഒരു 300 രൂപ. മൊത്തത്തിൽ അവന് 1500 രൂപയാ കൊടുത്തേക്കുന്നത്. അല്ല, അത് പിന്നെ എന്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ലല്ലോ മോളെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് ഒന്ന് അയച്ചാൽ നന്നായിരുന്നു. ശരിയേട്ടാ. പിന്നെ വേറൊരു കാര്യം മോളെ, അവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടല്ലോ, ഞാനും അവരോട് പോയി ചാവി ചോദിച്ചപ്പോ എന്തോ കള്ളന്മാരെ പോലെ ഞങ്ങളോട് പെരുമാറിയേ. അവര് അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ അതോ നീ എങ്ങാനും പറഞ്ഞങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണോ?
വേഗം അക്കൗണ്ടിലേക്ക് ആ പണം ഒന്ന് അയക്കണം കേട്ടോ മോളെ. കൈ പൈസ ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടില്ല മോളെ. ശരി ഏട്ടാ, അയച്ചുതരാം. എന്താ പറഞ്ഞേ? ഇന്നത്തെ കളക്ഷനായി. എനിക്ക് സുഖമാണോന്ന് പോലും ചോദിച്ചില്ല എൻ്റെ ഏട്ടൻ. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടല്ലോ, അതിൽ മാത്രമേ അവർക്ക് കണ്ണുള്ളൂ. ഇറ്റ്സ് ഓക്കെ സീത, ഡോണ്ട് വറി. അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? അതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. ഒരേട്ടനായിട്ട് അയാൾ ഒരിക്കലും എന്റെ കൂടെ നിന്നിട്ടേ ഇല്ല. അനിയത്തിയാണെന്നുള്ള സ്നേഹം കാണിച്ചിട്ടേ ഇല്ല റാം. എനിക്ക് അയാളിൽ യാതൊരുവിധ എക്സ്പെക്ടേഷൻസും ഇല്ല. ഇന്ന് രക്ഷാബന്ധനല്ലേ, എന്റെ കൂടെ പറഞ്ഞ ചേട്ടനല്ലേ, വിഷ് ചെയ്താലോന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ കോൾ ചെയ്തേ. എന്തിനാ കോൾ ചെയ്തെന്ന് പോലും എന്നോട് ചോദിച്ചില്ല. ശരിക്കും എനിക്ക് വിഷമമുണ്ട് ഇവരെന്റെ ചേട്ടനും ചേച്ചിയാണെന്നൊക്കെ പറയുമ്പോ. ഇറ്റ്സ് ഓക്കെ സീത, ഇപ്പോഴല്ലേ നീ പറഞ്ഞത് നിനക്ക് അവരെ കൊണ്ട് യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാന്ന്. പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? നിനക്ക് ഞാനില്ലേ, പിന്നെ നമ്മുടെ ചക്കര സിഹിമോളില്ലേ. യു ഹാവ് എ ന്യൂ ഫാമിലി ഹിയർ. ചേട്ടനും ചേച്ചിയും നിന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് നീ എന്തിനാ വിഷമിക്കുന്നേ? നമുക്ക് അവരെ മനസ്സിലാക്കാലോ, വിട്. അതുപോലെ അവർക്ക് വേണ്ടത് എന്താണോ അതെല്ലാം നമുക്ക് കൊടുത്തേക്കാം. റാം, നീ പണം കൊടുക്കേണ്ട മെഷീൻ അല്ല, എന്റെ ഭർത്താവാ. എന്താ പറഞ്ഞേ? കമ്മകേ? എന്റെ ഭർത്താവാണെന്ന്. ഓ, സോ നീ ഭർത്താവാണെന്ന് പറയുമ്പോ നിന്റെ തലവേദനയില് എനിക്കും കുറച്ച് ഷെയർ ഉണ്ടാവല്ലോ. അപ്പൊ ഈ ചേട്ടന്റെ തലവേദനയിലും എനിക്ക് ഷെയർ ഉണ്ട്. അവരെങ്ങനെയൊക്കെ സംസാരിച്ചാലും എങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നോടുള്ള ബഹുമാനവും സ്നേഹവും ഒരിക്കലും കുറയാൻ പോകുന്നില്ല. യു ഡോണ്ട് വറി. എന്താ ഓക്കെ അല്ലേ? കണ്ടോ കണ്ടോ, നീ ഇങ്ങനെ അപ്സെറ്റ് ആയാ അതെനിക്ക് വലിയ വിഷമാവും കേട്ടോ. കണ്ണട വെച്ചുള്ള മാജിക്ക് മറന്നുപോയോ? എന്റെ മകളിപ്പോ കണ്ണടാന്നൊന്നും തെറ്റിച്ച് പറയാറേയില്ല. നീറ്റായി കണ്ണടച്ച് മാജിക് എന്നാ പറയുന്നത്. ബോർഡിംഗ് സ്കൂളിലൊക്കെ നിൽക്കുന്ന വലിയൊരു കുട്ടിയായി അവളിപ്പോ. അവളിപ്പോ സ്കൂളിലേക്ക് പോയിട്ടുണ്ടാവും അല്ലേ? കോറിഡോറിൽ കൂടെ ബോസ് ബേബിയെ പോലെ നടന്നു പോവള്. ഡി സെക്ഷൻ എവിടെയാ? ന്യൂ അഡ്മിഷൻ ആണോ? വാ കാണിച്ചു തരാം. എനിക്ക് ഓഫീസിലേക്ക് വരാൻ ഇഷ്ടമാ, പക്ഷേ സാധനമേമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ? സീത, സാധനമേമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വീട് നിറയെ ആൾക്കാരുണ്ട്. ആദ്യം നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. എനിക്കറിയാം എന്നോട് എന്തിനാ ഓഫീസിലേക്ക് വരാൻ പറയുന്നതെന്ന്. നീ ഒരുപാട് സിയെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാൻ നിന്റെ അത്രയും സ്ട്രോങ് അല്ല സീത. കാരണം നീ ഒരു അമ്മയാ, മകളെ ധൈര്യമായിട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റും. ഈ അമ്മമാർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും സഹിക്കാനുള്ള സഹനശക്തി കൊടുക്കും ദൈവം. പക്ഷെ അവളുടെ അച്ഛന്മാർക്ക് സഹിക്കാനുള്ള ശക്തി കൊടുത്തിട്ടില്ല. അതാ എന്നെ അഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അവളെ ഓർമ്മ വന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അറ്റ്ലീസ്റ്റ് നീയെങ്കിലും എന്റെ കൺമുമ്പിൽ ഉണ്ടാവണം സീത, പ്ലീസ്. എനിക്ക് സിഹയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. അവൾ എന്താ ചെയ്യുന്നേന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നീ പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല, അത്ര. അതുകൊണ്ട് ഓഫീസിൽ പോവാന്ന് പറഞ്ഞേ. എനിക്ക് നീ ഉണ്ടല്ലോ, നിനക്ക് ഞാനുണ്ടല്ലോ. ഒരുമിച്ച് ജോലി ചെയ്ത് ഈ വിഷമങ്ങളെല്ലാം നമുക്കങ്ങ് മറക്കാം. നീ വാ. നടക്ക് വേഗം. മോളെ, പിന്നെ ഒരു കാര്യം, ഇടയ്ക്കിടയ്ക്ക് അവരോട് സിഹി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ? അയ്യോ പാവം, അങ്ങനെയൊന്നും വേണ്ട, കാഷ്വൽ ആയാൽ മതി. എക്സ്ക്യൂസ് മീ മിസ്റ്റർ, എനിക്കും ബോധമുണ്ട്. കുറച്ചധികം സംസാരിക്കുമെന്ന് കരുതി എനിക്ക് ബുദ്ധിയില്ലാത്ത പോലെ എന്തിനാ സംസാരിക്കുന്നേ? ഇതൊക്കെ എന്റെ അമ്മയോട് പോയി പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ, നിനക്ക് ബുദ്ധിയുള്ള കാര്യം നിന്നൊന്ന് ഞാൻ ഓർമ്മിപ്പിച്ചതാ. ഫ്രണ്ടിനെ കണ്ടാലുടനെ ഇമോഷണൽ ആവുന്നത് ആരാ? ചേട്ടാ മിണ്ടാതിരിക്ക. ചേച്ചിയായിട്ട് വഴക്കാവണ്ട. സിഹിയെ കുറിച്ച് നമ്മൾ ആരും സംസാരിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അകത്തേക്ക് പോ. ഞാനും അതന്നല്ലേ പറഞ്ഞു. ഇതൊരു സർപ്രൈസ് ആയിരുന്നു. ഹാപ്പി രക്ഷാബന്ധൻ ചേട്ടാ. താങ്ക്സ് അഞ്ജു. റാം നേരത്തെ പറഞ്ഞതേ ഉള്ളൂ എല്ലാ വർഷവും അഞ്ജലി വിളിക്കാതെ ഇരിക്കില്ലെന്ന്. ഈ വട്ടം അഞ്ജലി നേരിട്ട് തന്നെ വന്നല്ലോ. നോക്കടാ, രക്ഷാബന്ധൻ സെലിബ്രേറ്റ് ചെയ്യാൻ നിന്റെ വീട്ടിലേക്കാ വന്നത്. സീത, ഹാപ്പി രക്ഷാബന്ധൻ. താങ്ക് യു സോ മച്ച്. സെയിം ടു യു.
നിങ്ങളുടെ ക്ലാസ്സിലെ പുതിയ അഡ്മിഷൻ ആണ്. പേര് സിഹി. എല്ലാവരും വെൽക്കം പറയൂ. വെൽക്കം താങ്ക് യു സോ മച്ച്. സിഹി, നിനക്ക് ഏത് ബെഞ്ചാണോ വേണ്ടത് ആ ബെഞ്ച് പോയി സെലക്ട് ചെയ്തോ. ഓക്കെ, ഗോ. പഴയ സ്കൂളില് എന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല. സിഹി, ക്യാൻ യു റീഡ് ദിസ്? എന്താ എഴുതിയത്? എനിക്കിത് കാണാൻ പറ്റുന്നില്ലല്ലോ. എല്ലാരും ഇങ്ങോട്ടൊന്ന് നോക്കി. നൈസ്, നന്നായിട്ടുണ്ട്. രാഖി കിട്ടി കഴിഞ്ഞില്ലേ? എവിടെയാ ചേട്ടന്മാര് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ? എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട. എന്താന്ന് വെച്ചാ ഈ 2 ചേട്ടന്മാരും എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാ. വസ്തുവായിട്ട് നിങ്ങൾ എനിക്ക് എന്ത് തന്നാലും ഞാൻ വാങ്ങില്ല. ദിസ് ഇസ് നോട്ട് ഫെയർ അഞ്ജു. നിനക്ക് എന്ത് വേണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഓൾറെഡി ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ചേട്ടന്മാരായിട്ട് നിങ്ങൾ രണ്ടുപേരുള്ളപ്പോ എനിക്ക് വേറെ എന്താ വേണ്ടത്? നിങ്ങളുടെ 2 പേരുടെ ആശീർവാദം മാത്രം മതി എനിക്ക്. അതാ എനിക്ക് വേണ്ടത്. അതെ സീത, നിങ്ങളും പാപ്പച്ചിയെ പോലെ സംസാരിക്കരുത്. ഞാൻ കൊണ്ടുവന്ന ഈ ഗിഫ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം പ്ലീസ്. ഞാനിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒരിക്കലും ഇനി നിങ്ങളെന്ന് വിളിക്കരുത്. ഏത് ചേട്ടൻ ആനിയത്തോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക? ശരി സീത, ഞാൻ കൊണ്ടുവന്ന ഈ ഗിഫ്റ്റ് നീ അക്സെപ്റ്റ് ചെയ്യണം പ്ലീസ്. താങ്ക് യു. ഇതാദ്യമായിട്ടാ രക്ഷാബന്ധൻ ദിവസത്തില് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. വേഗം ഓപ്പൺ ചെയ്ത് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്ക്. നല്ല ഭംഗിയുള്ള സാരിയാണല്ലോ ഇത്. സീത, കളറും പാറ്റേണൊക്കെ ഇഷ്ടമായി നിനക്ക്? ഇത് സിഹിയുടെ ഫേവറേറ്റ് കളറാ. അവൾക്ക് പിങ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. റാമിന് ബ്ലൂ ഇഷ്ടമായതുകൊണ്ടാ അവള് പിന്നെ ബ്ലൂ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പിന്നെ അവൾക്ക് യെല്ലോ, റെഡ് എല്ലാം അവളുടെ ഫേവറേറ്റ് കളേഴ്സ് ആയിരുന്നു. സീതമ്മ, നീ ഏത് സാരി എടുത്താലും ശരിക്കും സുന്ദരിയാണെന്ന് പറയുമായിരുന്നു അവള്. സീരിയസ്ലി, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് സിഹിയെ കണ്ടുപഠിക്കണം. ആർക്ക് ഏതാ ചേരുന്നതെന്ന് അവൾക്ക് വളരെ നന്നായിട്ട് അറിയാം. അതെ, അവളിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ ആഘോഷങ്ങൾ ഞാൻ വേണമെങ്കിൽ കൈ നിറയെ രാഗി കെട്ടി. Come on, Sihi, read. My home. Yeah, പറഞ്ഞോളൂ, കറക്റ്റാ. വായിച്ചോളൂ. എന്തു പറ്റി? It's my home. പറയൂ. Mom, I miss you, my home. സിഹി, ഡോണ്ട് ക്രൈ. ഇറ്റ്സ് ഓക്കെ. ഇവിടെയുള്ള എല്ലാവരും അവരുടെ വീട് മിസ് ചെയ്യുന്നവർ തന്നെയാ. ഗുഡ് ഗേൾ അല്ലേ മോള്? സോ മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാമോ? മുത്തശ്ശൻ, അച്ഛൻ, അമ്മ, ബഡ്ഡി ബംഗരി അമ്മ ആന്റി, ക്യൂട്ട് ഏച്ചി, ബ്രദറ്, ക്രിക്കറ്റ് അങ്കിൾ, മൂർത്തി മുത്തശ്ശൻ, ശാന്ത മുത്തശ്ശി, പ്രീ,
ഞാൻ അവരെ പ്രിയാൻറ്റീന്ന് വിളിച്ചാ അവർക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ പ്രിയ എന്നാ വിളിക്കാറ്. പിന്നെ അക്കോഷ് അങ്കിൾ, അല്ല അശോക് അങ്കിൾ. എനിക്കിങ്ങനെ പറയാനൊക്കെ അറിയാം, പക്ഷെ ഞാനിങ്ങനെ വെറുതെ ഒക്കെ പറയും. അശോക് അങ്കിൾ, പിന്നെ അഞ്ജു ചേച്ചി. ഓക്കെ ഒരുപാട് പേരുണ്ടല്ലോ. ഗുഡ്. എല്ലാവരും ഓർത്തപ്പോ സന്തോഷമായില്ലേ മോൾക്ക്? സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ ലെസൺ. സിറ്റ് ഡൗൺ. വാവ്, ഈ പായസത്തിന് ശരിക്കും എന്ത് മണമാണെന്നോ മേമ. ടേസ്റ്റ് ചെയ്താ പിന്നെ താഴെ വെക്കാൻ തോന്നില്ല. അശോക്, ഒരു കപ്പല്ല, പഴയ കണക്കൊക്കെ തീർത്തിട്ടേ പോവാവൂ. ഓക്കെ. അനി, നീ ഇന്ന് സ്കൂളിൽ പോയില്ല? അവന്റെ സ്കൂളിന്റെ ഫൗണ്ടേഴ്സ് ഡേ ആയിന്ന്, അതുകൊണ്ട് അവൻ അവധിയാ. അനി വാ. പായസം വളരെ നന്നായിട്ടുണ്ട്, സ്വീറ്റും ആണ്. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കഴിക്ക്. അയ്യോ ഓക്കെ. കൊടുത്തത് കൊണ്ട് കഴിക്കാതെ പോയതാ. അവന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്തോളാം. എല്ലാവരും ഉള്ളപ്പോ അനി അവരോട് മിങ്കിളാവാൻ കുറച്ച് സമയമെടുക്കും. പക്ഷെ സിഹി ഉണ്ടായിരുന്നപ്പോ സിഹി ഉണ്ടായിരുന്നെങ്കിൽ അവനിപ്പോ പോയി വിളിച്ചോണ്ട് വന്നനെ. ഇറ്റ്സ് ഓക്കെ, ഗിവ് സം ടൈം, എല്ലാം ശരിയാവും. മേമ, ഇതിന്റെ റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞുതരോ? അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടാ. പ്രിയ, നിനക്ക് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ നീ ഇങ്ങോട്ട് പോരെ, ഞാൻ ഉണ്ടാക്കി തന്നോളാം നിനക്ക്, കേട്ടോ? സോ സ്വീറ്റ്, താങ്ക് യു. എന്തു പറ്റി? അയ്യോ ഓക്കെ. ഞാൻ സിഹിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നേ. അവള് നമ്മളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും അല്ലേ?